ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമുക്ക് ജി എസ് ടിയുടെ സൈറ്റിൽ gst.gov.in എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സർവീസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാം. അതുപോലെ തന്നെ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ്, പിന്നെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ജി എസ് ടിയുടെ പുതിയ അപ്ഡേഷൻസ് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. അതിൽ ജി എസ് ടി ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സി ബി ഐ സിയുടെ ഒരു സൈറ്റ് അവൈലബിൾ ആവും. അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ ഒരു സൈറ്റ് നമുക്ക് അതിന് ഡയറക്റ്റ് ചൂസ് ചെയ്യാം. അതുപോലെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രവിശ്യകളുടെയും പേരുകൾ അതിലുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള അത് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിൻ്റെ കേരള എന്നുള്ള ചൂസ് ചെയ്യണമെങ്കിൽ മലയാളത്തിൽ ജി എസ് ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ജി എസ് ടി നിയമങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ ഡീറ്റെയിൽസും നമുക്കത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് മുന്നേ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ജി എസ് ടിയിൽ പറഞ്ഞതുപോലെ ഏതൊക്കെ റൂൾസാണ് ജി എസ് ടിയുടെ ബേസ് എന്നുള്ള കാര്യം പലർക്കും ഇപ്പോഴും സംശയമുണ്ട്. കഴിഞ്ഞ ഒരു ഫീഡ്ബാക്കിൽ ചോദിച്ചിരുന്നു. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. പാർലമെൻറ്റ് 2017 ആക്ട് നമ്മൾ പാസ്സാക്കിയപ്പോൾ ഒന്ന് CGST ആക്ട് 2017, SGST ആക്ട് 2017, IGST ആക്ട് 2017, അതുപോലെ തന്നെ GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട് 2017 മുതലായവ അതിൽ പാസ്സാക്കിയിട്ടാണ് GST നിലവിൽ വരുന്നത് ജൂലൈ 1 2017 വർഷത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻഫർമേഷൻ അവൈലബിൾ ആവാനായിട്ട് ഞങ്ങളുടെ ചാനലായിട്ടുള്ള ക്യാപിടാക്സ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.